ക്രിസ്തുമസ് ദിനത്തിൽ ചക്കാലക്കൽ ബിഷപ്പിന് കേക്ക് കൊടുക്കുവാൻ പോയ അനുഭവം. ഒരു ക്രിസ്തുമസ് ദിനത്തിൽ തൻ്റെ പരിചയക്കാരനും കത്തോലിക്ക സഭയുടെ കോഴിക്കോട് ആർച്ച് ബിഷപ്പുമായ വർഗീസ് ചക്കാലക്കൽ എന്ന കുപ്പായത്തൊഴിലാളിക്ക് ഒരു കേക്ക് കൊടുത്തു കളയാം എന്ന് കരുതിപ്പോയ കോഴിക്കോട് സ്വദേശി സാജുവിനുണ്ടായ ആ അനുഭവം പങ്കുവെക്കുന്നത് കേൾക്കുക. ഇന്നും ക്രിസ്മസ് എന്നും ക്രിസ്മസ് കേക്ക് എന്നും കേൾക്കുമ്പോൾ സാജുവിന് ഒരു മരവിപ്പാണ്. ഇവന്മാരെ ക്രിസ്തു പോലും വിളിച്ചിരുന്നത് വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്നും പുറം മാത്രം വെടിപ്പാക്കിയ കിണ്ടികണ്ഡങ്ങളെ എന്നുമാണെന്ന് അക്രൈസ്തവനായ സാജുവിന് പക്ഷേ അറിയില്ലല്ലോ. സാജുവിന്റെ അനുഭവം കേട്ടാലും. ഞാനിന്ന് i2i ന്യൂസിലെ ക്രിസ്മസ് ഭവനം ആ ഒരു വീഡിയോ കണ്ടല്ലോ, ക്രിസ്മസിനെ പറ്റിയിട്ടുള്ളതേ. അതെ അതെ, അതിപ്പോ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോ ഞാനൊന്ന് വിളിച്ചതാ കേട്ടോ. സന്തോഷം. ആരായിരുന്നു? എവിടുന്ന? സാജു എന്നാ എന്റെ പേര്. ഞാൻ കോഴിക്കോട് നിന്നാ വിളിക്കുന്നത്. ഞാന് വേറൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ ഞാൻ വിളിച്ചത്. 2023 ഡിസംബർ 25 നടന്നൊരു സംഭവമാണ്. എനിക്കൊരു 20 വർഷത്തിലധികം ആയിട്ട് പരിചയമുള്ള ആളാണ് നമ്മുടെ കോഴിക്കോടത്തെ കത്തോലിക്ക സഭയുടെ ബിഷപ്പ് ചക്കാലക്കൽ പിതാവ് എന്ന് പറഞ്ഞ വ്യക്തി. അറിയാലോ, വർഗീസ് ചക്കാലക്കൽ. അപ്പൊ ഈ ക്രിസ്മസിന്റെ അന്ന് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളീനെ ഒന്ന് കാണാനും പുള്ളിയുടെ ഒരു ബ്ലെസ്സിങ്സ് വാങ്ങിക്കാനുമായിട്ട് ഒരു കേക്കുമായിട്ട് ഞാൻ പോയി ക്രിസ്മസിന്റെ അന്ന് 2023 ഡിസംബർ 25. അപ്പൊ ഞാൻ ചെന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കേക്ക് അദ്ദേഹത്തിന് കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു കേക്ക് തരുമായിരിക്കും. അപ്പൊ അത് കൊണ്ടുവന്ന് നമ്മൾ വീട്ടിൽ മുറിക്കാം എന്നുള്ള രീതിയിലാണ് ഈ പോകുന്നത്. അപ്പൊ ഒരു 10:30-11 മണി ആയി കഴിഞ്ഞ സമയത്ത് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ അച്ഛൻ പറഞ്ഞൊരു VIP മീറ്റിംഗ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അവിടെ. അപ്പോൾ VIP മീറ്റിംഗ് നടക്കുന്നുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ കാണാനായിട്ട് അവിടെ ഒരു വരാന്തയിൽ ഒരു ചെയറിന്റെ അടുത്ത് ഞാനിങ്ങനെ അവിടെ ഇരുന്നു. അപ്പൊ സൈഡിൽ എന്റെ കേക്കും ഇരിപ്പുണ്ട്. അപ്പൊ അവിടെ അപ്പുറത്തങ്ങ് ദൂരെ റിഫ്ലക്ടറി ചെയ്യുന്ന അവിടെ നിന്ന് കാണാം. അപ്പം ഞാൻ നോക്കും, അപ്പം ഒരു ഏകദേശം ഒരു 1.5 മണിക്കൂർ സമയം ഞാൻ ഇരുന്നു. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം VIP മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഈ മെത്രാനും കൂടെയുള്ള VVIPകളും പുറത്തോട്ട് ഇറങ്ങി വരുന്നത് നമുക്ക് കാണാം. അപ്പൊ നോക്കുമ്പോ ഈ കോഴിക്കോട് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നതല്ല, ക്രിസ്മസിന് ഇവർക്ക് എന്താ കാര്യം എന്നുള്ളത് എനിക്കറിയില്ല. കോഴിക്കോട് ആയതുകൊണ്ട് സകലമാന കാക്കാമാരും ഉണ്ട്. അപ്പൊ അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ എനിക്ക് മനസ്സിലായി. കാരണം ഒന്ന് ഈ KMCT എന്ന് പറയുന്ന കോഴിക്കോട് നാഷണൽ ഹോസ്പിറ്റൽ നടത്തുന്ന മൊയ്തു, പിന്നെ മലബാർ ഗോൾഡിന്റെ ഇവനെ കുറേ മാപ്പിളമാരാണ് കോഴിക്കോടത്തെ. അതായത് ഈ VVIP എന്ന് പറയുന്ന സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം കോടീശ്വരന്മാരാണ്. അതാണ് ഈ VVIP എന്ന് പറയുന്നത്. OV വിജയൻ പറഞ്ഞ പോലെ ഈശ്വരൻ ഉണ്ടോന്നറിയില്ല, പക്ഷെ കോടീശ്വരൻ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പൊ ഞാൻ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, ഞാനൊരു 20 വർഷത്തിലധികമായിട്ട് ഈ മനുഷ്യനെ പരിചയമുള്ളതാ. അപ്പോ ഈ അവിടുന്ന് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, ആലിംഗനം ചെയ്യുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു, VVIPകളും ഇദ്ദേഹവും തമ്മില്. അത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് അദ്ദേഹം ഇങ്ങോട്ട് നടന്നു വരുവാണ്. അവിടുന്ന് അങ്ങോട്ട് നടന്നു വരുന്ന സമയത്ത് എന്നെ കണ്ടു. അപ്പം അദ്ദേഹത്തിന് പരിചയമുണ്ടല്ലോ. അപ്പൊ എന്റെ അടുത്തോട്ട് ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോ എന്റെ പൊന്നു സുന്ദരിയേട്ട, പുള്ളി മുഖം കൊണ്ട് ഒരു വികൃതമായിട്ടുള്ള ഒരു ആക്ഷൻ കാണിച്ചു. എന്നെ കണ്ടിട്ട് മുഖം കോട്ടിക്കൊണ്ട് ഒരു നികൃഷ്ട ജീവിയെ കണ്ട. അതായത് താമരശ്ശേരി പിതാവിനെ പറ്റി പണ്ട് പിണറായി വിജയൻ പറഞ്ഞതുപോലെ, അതായത് പുള്ളിയുടെ കാഴ്ചപ്പാടില് ആ VVIPകളായിട്ടുള്ള ആളുകളുടെ ഇടയിൽ ഞാൻ സമ്പത്ത് കൊണ്ടൊന്നുമല്ല. അതാണ് പുള്ളിയുടെ ആ മുഖത്തിന്റെ ആ മുഖം കോട്ടലിന്റെ വികൃത ഭാവത്തിന്റെ ഒരു നികൃഷ്ട ജീവിയെ കണ്ടത്. അതായത് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന തെരുവ് പട്ടികളോട് മനുഷ്യൻ ആട്ടുന്നത് അതിലും മാന്യമായിട്ടായിരിക്കും. എന്റെ ദൈവം, ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു അപമാനം എനിക്ക് കിട്ടാനില്ല. ഞാൻ അവിടുന്ന് ഇറങ്ങി ഓടി. ഞാൻ ഒരു 10 ചുവട് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് ഞാൻ കൊണ്ടുപോയ കേക്ക് അവിടെ ഇരിക്കുക, അത് എടുത്തില്ല. പിന്നെ അത് പോയി തിരിച്ചെടുത്തുകൊണ്ട് വന്ന് ഞാൻ ഓടി. അതായത് ഞാൻ പറഞ്ഞത്, ഇവർക്ക് ഈ പണക്കാരെ കണ്ട് അവരെ കെട്ടിപ്പിടിക്കുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ലെന്നേ ഇതിനകത്ത്. ഒരു 1-2% ആളുകളും നിങ്ങളെ പോലെ സത്യം വിളിച്ചു പറയുന്ന ആരെങ്കിലും ഇല്ല. അതിനകത്ത് ഒന്നുമില്ല. ഇത് വെറും പ്രഹസനമാണിത്. അപ്പൊ ഞാൻ എന്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞു. ഞാൻ അതിനുശേഷം ഇന്നുവരെ ഞാൻ ആ മനുഷ്യനെ കാണാൻ പോയിട്ടില്ല. ഞാൻ തകർന്നു പോയി. കത്തോലിക്ക സഭാംഗമാണോ? അല്ലല്ല, ഞാൻ ഹിന്ദുവാണ്. ഞാനൊരു പേഴ്സണൽ ആയിട്ടുള്ള എന്റെ ഒരു പേര്, ഞാൻ എന്റെ ഒരു ഏർലി 20s എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാനൊരു ജീസസ് എന്ന് പറഞ്ഞൊരു വലിയൊരു അനുഭവം ആ കാലഘട്ടത്തിൽ എനിക്കുണ്ടായി. ഞാനിങ്ങനെ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് ഈ ശാലോം എന്ന് പറയുന്ന മാഗസിനിൽ ആർട്ടിക്കിൾസ് എഴുതുകയും അങ്ങനെ കുറെ ദൂരം പോയി.
പിന്നീട് എനിക്കിത് നിങ്ങളെപ്പോലെ ഇതെല്ലാം വെറും തട്ടിപ്പാണെന്നും യേശുവിനെ വെച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണിതെന്നും മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ വഴിയിലേക്ക് തന്നെ തിരിഞ്ഞു നടന്നു. ഞാനൊരു ഹൈന്ദവ സമുദായത്തിൽ പെടുന്ന ആളാണ്. ഞാൻ എന്റെ രീതികളുമായിട്ട് പോകുന്നു. അപ്പൊ ഞാനൊരു പരിചയവും സ്നേഹവും ഉള്ളതുകൊണ്ട് ഞാൻ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു 10-15 കിലോമീറ്റർ ദൂരമേ ഇദ്ദേഹത്തിന്റെ ഈ ബിഷപ്സ് ഹൗസിലേക്കുള്ളൂ. 15 തന്നെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളൊരു മനുഷ്യനൊരു സ്ഥാനം കൊടുക്കുന്നത് കൊണ്ട് ഇതിപ്പോ ഈ കോലത്തിലായി ഇത് വരുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ഞാൻ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാ, നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളുമാണ്. അപ്പൊ ഞാൻ ഈ മനുഷ്യനെ പറ്റിയിട്ട് കരുണയുടെ നിറകുടം എന്നാ പറയുന്നേ. മലബാറിന്റെ പാത്രിയാർക്കീസ് എന്നൊക്കെയാ പുള്ളിനെ പറയുന്നേ. പുള്ളിക്കെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കോഴിക്കോടുള്ള സകലമാന പുള്ളിനെ ഗ്ലോറിഫൈ ചെയ്ത് എഴുതുന്ന കുറെ പിന്നെ നേതാക്കന്മാര്, മീൻസ് ഈ മാതൃഭൂമിയിലെ കുറെ പിമ്പിങ് നടത്തുന്ന ആൾക്കാര്, അങ്ങനെ കുറെ വേസ്റ്റുകളുണ്ട്. അതായത് പണം അത് ആരെ പറ്റിച്ചാണേലും കുറെ കോടികൾ ഉണ്ടാക്കിയ കുറെ മനുഷ്യര്, അല്ലാതെ അതിനകത്തൊരു പോളിസി ഉള്ളവരോ ഒന്നുമല്ല. യേശു ക്രിസ്തു എന്താന്ന് ഇവർക്കൊക്കെ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? എനിക്കറിയാൻ പാടില്ല. അപ്പൊ ഇവര് VIP-കളെ കെട്ടിപ്പിടിക്കുന്നു. യേശു ക്രിസ്തു കെട്ടിപ്പിടിച്ചത് ആരെയാ? സക്കേവൂസിനെ, പാപിനിയായ സ്ത്രീയെ, ചുങ്കക്കാരനെ, അല്ലെ വേശ്യകളോട് സഹവസിച്ചു, അല്ലെ മുക്കുവന്മാർ, അതായത് സമൂഹത്തിൽ ഏറ്റവും നീചരും നികൃഷ്ടരും എന്ന് പോലും മറ്റുള്ളവര് വിധി എഴുതിയ ആളുകളുടെ കൂടെ നടന്ന വ്യക്തിയാണ് ഈശോ എന്ന് പറയുന്നത്. അതിപ്പോ ഈശോയെ സ്വാംശീകരിക്കാനായിട്ട് ക്രിസ്ത്യാനി പോലും ആവണ്ട. മഹാത്മാഗാന്ധി ക്രിസ്ത്യാനി ആയിട്ടാണോ? പുള്ളിയുടെ പ്രവൃത്തികള് കരണത്തടിച്ച ആളോട് എന്നാ മറ്റേ കരണം കൂടെ അടിച്ചോന്ന് പറഞ്ഞ് വെച്ചു കൊടുത്തത് അത് ഈശോയെ ഫോളോ ചെയ്ത ആളാണ്. സത്യത്തിൽ ഞാൻ പറഞ്ഞ ഈ പാലാ രൂപതയിലെ ഒരു ബിഷപ്പില്ലേ, സന്യാസം സ്വീകരിച്ച് ജേക്കബ് മുരിക്കൻ എന്ന് പറഞ്ഞ ആള്, ഈ അധികാര വടംവലിയും ഇങ്ങനത്തെ ഈ വൃത്തികേടുകളും കണ്ട് മനം അടുത്ത ആളുകൾ അങ്ങനെ പോവാണ് ചെയ്യുക. അല്ലാത്തവര് ഇതിനകത്ത് തന്നെ ഈ പിടിച്ച് ഈ പറഞ്ഞ ഞാനൊക്കെ എന്ത് മെസ്സേജാ അത് ക്രിസ്മസിന് ഈ ഈശോ ഉണ്ണീശോ ആയിട്ട് ഈശോ പുൽത്തൊഴുത്തിൽ ജനിച്ച അന്ന് ആ മനുഷ്യനെ കാണാനും വിഷ് ചെയ്യാനും ആ മനുഷ്യനൊരു കേക്ക് കൊടുക്കാനും പോയ എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി. അതായത് കോഴിക്കോട് റീഗൽ ബേക്കറിയിലെ ഏറ്റവും നല്ല ബേക്കറിയിലെ ഏറ്റവും നല്ല പ്ലം കേക്ക്, അതാവുമ്പം ഈ പേസ്ട്രി പോലെയല്ല, കുറച്ച് ദിവസങ്ങൾ ഇരുന്നോളും. ആ സാധനവും മേടിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ എത്ര മാത്രം വേദനിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ മുറിവ് എനിക്ക് ഉണങ്ങിയില്ല. എനിക്ക് അതിന് ശേഷം ഈ അച്ഛന്മാരെയോ മെത്രാന്മാരെയോ അല്ലെ പുരോഹിതരോ അല്ലെ സന്യസ്തരായിട്ടുള്ള ആളുകളെ കാണുമ്പോൾ ഉള്ളിൽ പേടിയാ എനിക്ക്. ഈ അപമാനത്തിന്റെ കയ്പുനീര് കൊണ്ടേ ഭയങ്കരമാണ് കേട്ടോ. കാരണം ആ പുള്ളിയുടെ ആ മുഖം കോട്ടലില്ലേ, നിങ്ങളിപ്പോ ഞാൻ പറയുന്നതിന് മുമ്പേ നിങ്ങൾ ഫില്ല് ചെയ്തല്ലോ. അതായത് ഒരു നികൃഷ്ട ജീവിയെ കണ്ടതുപോലെന്ന് വല്ലാത്തൊരു ഒരു ഭീവത്സം എന്ന് പറഞ്ഞ ഭാവമില്ലേ നവരസങ്ങളില്ലേ, വികൃതമായിട്ടുള്ള ഒരു ആക്ഷൻ. ഞാൻ പറഞ്ഞില്ലേ, തെരുവ് പട്ടികളെ ആട്ടുന്നത് അതിലും മാന്യമായിട്ടാണ്. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് ഞാൻ അറിയുന്നില്ലല്ലോ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. ഇതറിയാണ്ടാണല്ലോ ഞാൻ പോകുന്നത്. ഇതറിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് പോയി പെടില്ലല്ലോ. ആരെങ്കിലും അപമാനിക്കപ്പെടാൻ എന്നാൽ ഈ മനുഷ്യന് ഇവിടെ ഒരു തിരക്ക് നടക്കുക കേട്ടോ, പിന്നെ ഒരു നല്ല വാക്ക് പറഞ്ഞ് യാത്ര അയക്കാനായിട്ട് ഈ മനുഷ്യന് അപ്പൊ അടിസ്ഥാനപരമായിട്ട് ഇവര് തേടുന്നത് എന്താണെന്നറിയാം? ഈ ലോകത്തിന്റെ സുഖ സൗകര്യങ്ങളും പണവും സ്ഥാനമാനങ്ങളും ആർഭാടങ്ങളും മാത്രമാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഇന്നത്തെ ആ എപ്പിസോഡില് നമ്മൾ ഏതാണ്ട് ആ കുറഞ്ഞ സമയം കൊണ്ട് എന്നെ ഒന്ന് വരച്ച് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ല, ഞാനത് കണ്ടതുകൊണ്ടാണ് ഇപ്പൊ വിളിച്ചത്, അല്ലെ ഞാൻ വിളിക്കില്ലായിരുന്നു. ഇതെന്താ പറയുക, ഇത് പിന്നെ മാത്രമല്ല നിങ്ങൾ പറഞ്ഞൊരു കാര്യം, ഇതിനകത്ത് വേറൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതപതിച്ച് അങ്ങേ തലക്കിലെത്തി. ഇത് പിന്നെ യേശു ക്രിസ്തു എന്ന് പറയുന്നത് അതിപ്പോ ഈ ക്രിസ്ത്യാനികളുടെ ഒരു പ്രോപ്പർട്ടി ഒന്നും അല്ല. അത് ഈ യേശു ക്രിസ്തു പറഞ്ഞ കൺസെപ്റ്റുകളെല്ലാം യൂണിവേഴ്സൽ ആയിട്ടുള്ളതാണ്. ലോകത്തിലുള്ള നിന്റെ കണ്ണിലെ പിന്നെ എന്താ പറയുന്നത്, ഇത് എടുത്തിട്ട് മറ്റുള്ളവന്റെ കണ്ണിലെ കാരണം എടുക്കാവുള്ളൂ എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് ഇല്ലേ, അതുപോലെ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാന്നൊക്കെ പറയുന്നത് അതായത് നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാണ്. ആ അർത്ഥത്തിൽ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നുള്ളതാണ് പറയുന്നത്. ഇതൊക്കെ ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ പറയുമ്പോ ഞാൻ പറയുന്നത് ഇവര് യഥാർത്ഥത്തിൽ ഇവര് ബൈബിള് വായിക്കുന്നില്ല, ബൈബിള് വായിച്ചിട്ടില്ല, വചനം അറിയത്തില്ല, ക്രിസ്തുവിനെ അറിയത്തില്ല. അന്നേരം ഈ കടലും കടലാടിയും പോലുള്ള ബന്ധം പോലും ഇവരും ഇതും തമ്മിലില്ല. അന്നേരം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പുതിയ ഒരു കൂട്ടായ്മ, അതായത് ഒരു മൈ ചർച്ച് എന്ന പേരിൽ, അതായത് എന്റെ ഭവനം എന്റെ ആലയം, നമ്മുടെ ഭവനങ്ങൾ ഓരോരുത്തരുടെയും ഭവനങ്ങൾ ദേവാലയമായി മാറുന്നു. അതിനിടയ്ക്ക് ഒരു കൂദാശയ്ക്ക് ഒരു പാതിരിയോ ഒരു പാസ്റ്ററോ ഒരു ഇടനിലക്കാരൻ നമ്മുടെ അപ്പനുമായിട്ട് സംസാരിക്കാൻ നമുക്ക് ഇടനിലക്കാരന്മാരുടെ ആവശ്യമുണ്ടോ? മാത്രമല്ല, ഞാനിപ്പം വേറൊരു കാര്യം പറയാം. ഈ യാക്കോബായ സഭക്കാരും ഓർത്തഡോക്സ് സഭക്കാരും തമ്മിൽ അടി നടക്കുന്നുണ്ടല്ലോ. സത്യത്തിൽ അവര് തമ്മിൽ ഒരുമിക്കാൻ ഏറ്റവും തടസ്സം നിൽക്കുന്ന അവരുടെ മെത്രാന്മാരാണ്. കാരണം അവരുടെ തൊഴിലുറപ്പ്, അവരുടെ പദവികൾ പോവും, അവരുടെ ഭദ്രാസനങ്ങൾ ഭദ്രമല്ലാതായി പോവും.
അതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞില്ലേ, ഞാൻ NIT-യിലാ താമസിക്കുന്നത്. അന്ന് നിങ്ങളുടെ ഒരു വീഡിയോ വന്നല്ലോ, അരമന അക്കച്ചി എന്ന് പറഞ്ഞിട്ടുള്ളേ. അത് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറത്താ ആ സംഭവം. അതായത് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് NIT-ന്ന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട് മാനിപുരം വഴി. അവിടേക്ക് താമരശ്ശേരിയിലേക്ക് പോകാനായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10 കിലോമീറ്ററേ ഉള്ളൂ. അതൊക്കെ ഞാൻ കണ്ടായിരുന്നു ആ വീഡിയോ ഒക്കെ. നിങ്ങളെ എന്താന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, തല്ലി കൊല്ലാത്തതിന് എനിക്ക് അതിശയമാണ് പലപ്പോഴും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ഭുതം. കാരണം ഇങ്ങനത്തെ ആളുകളെയൊക്കെ ഇവർ തട്ടിക്കളയുമല്ലോ, ഈ ചേകന്നൂർ മൗലവിനെ മാപ്പിളമാര് കൊന്ന പോലെ. അത് പിന്നെ എനിക്ക് തോന്നുന്നു ഇവർക്ക് കൊലപാതകം പേടിയാന്ന് തോന്നുന്നല്ലേ, അതും ഇവര് ചെയ്യുമെന്ന് തോന്നുന്നല്ലേ. ഇതിനകത്ത് നിലനിൽപ്പിന് വേണ്ടി ഞാൻ പറഞ്ഞില്ല, ഇവരുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്നവരെ ക്രിസ്തുവിനെ കണ്ടോ ഇവന്മാരുടെ പൗരോഹിത്യ കച്ചവടത്തിന് വിഘാതമാവുന്നത് കണ്ടപ്പോൾ ഈ പൗരോഹിത്യ വർഗമാണ് ക്രിസ്തുവിനെ ക്രൂശി തറച്ചത്. അവരുടെ അതേ പിൻഗാമികളാണ് ഇന്ന് ക്രിസ്തുവിനെ കച്ചവടം ചെയ്യുന്നത്. ഈ ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചതിന് ശേഷം ഇവർക്ക് മനസ്സിലായി ഇതാണ് ബിസിനസിന് പറ്റിയ ഏറ്റവും നല്ല ഐറ്റം എന്ന്. എന്നിട്ട് ഇവർ ഏറ്റവും നല്ല രീതിയിൽ ഇതിനെ വിറ്റു. ശരിയല്ലേ? ഇതെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഈ കാണുന്നത് ഇതൊന്നും ക്രിസ്തുവായിട്ടോ ഇതൊന്നും ക്രൈസ്തവ സഭകളല്ല, ഇതാണ് അന്തിക്രിസ്തുക്കൾ. ആന്റി ക്രൈസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ, അതായത് യഥാർത്ഥത്തിൽ നമുക്ക് ഈ സാത്താൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ കാണണമെന്നുള്ള ഇവന്മാരെ നോക്കിയാൽ മതി. ഇവന്മാര് ഈ ക്രിസ്തു പറഞ്ഞതിന് വളരെ ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏറ്റവും എളിമയുടെ സുവിശേഷം, ഒരു പുൽക്കൂട്ടിൽ പിറന്ന ആ ക്രിസ്തുവിന്റെ അത്രയും എളിമ കാണിച്ചു തന്ന ഇവന്മാരുടെ ജീവിതം നോക്കി ഏറ്റവും ആർഭാടമായ അരമനകളിലും കൊട്ടാരങ്ങളിലും ഇവന്മാർ വസിച്ചുകൊണ്ടാണ് ഈ എളിമയുടെ സുവിശേഷം കച്ചവടം ചെയ്യുന്നത്. ഞാൻ ഇന്നാളെ ഒരു കാര്യം കൂടെ പറയാം അതിന്റെ കൂടെ. ഈ ഏതോ ഒരു പുതിയ മെത്രാന്റെ സ്ഥാനാരോഹണത്തിൽ മറ്റേ റാഫേൽ തട്ടിൽ എന്ന് പറഞ്ഞൊരു പിതാവുണ്ടല്ലോ, പുള്ളി ഞാൻ എന്നിട്ട് പുള്ളിയോട് ചോദിക്കാം, പിതാവെന്നൊന്നും വിളിക്കരുത്, എനിക്കത് ഭയങ്കര അരോചകമായ പദമാണ്. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ റാഫേല് പുള്ളി പറഞ്ഞ എന്താണെന്നറിയോ, ഈ ഒരു ബിഷപ്പിന്റെ സ്ഥാനാരോഹണത്തിന് പുള്ളി പറഞ്ഞാണ് ഹണിമൂൺ കാലഘട്ടം ഒക്കെ കഴിയും, ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് എന്ത് പരീക്ഷണം ഇവര് പറയുന്നത്. ഇവര് ബെൻസിലും ടയോട്ടയിലും കയറി നടന്ന് വിലസി നടന്നിട്ട് പന്നിയും പോത്തും മൂക്കുമുട്ട തിന്നിട്ട് ഉള്ള കന്യാസ്ത്രീകളെയും ഭോഗിച്ചിട്ട് ഇവർക്ക് എന്ത് പരീക്ഷണം, ഇത് പിടിക്കപ്പെടുവോ എന്നുള്ള അതാണ് അമ്മമാരുടെ പരീക്ഷണം. ആ റോബിൻ അച്ഛനില്ലേ, ആ കണ്ണൂരുള്ള മറ്റേ ആ കൊച്ചിനെ പ്രഗ്നന്റ് ആക്കിയേ, ആ മനുഷ്യനൊക്കെ ചെയ്ത പാപത്തിന് കയ്യും കണക്കും ഉണ്ടോ? എന്നിട്ട് ആ 10ാം ക്ലാസ് പോലും തികയാത്ത കൊച്ചിനോട് പറഞ്ഞു പിടിപ്പിച്ചേക്കാണ് ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം അപ്പനാണെന്ന് പറയണമെന്ന്. അതാണ് ആ ചെയ്ത പ്രവൃത്തിനേക്കാളും വലിയ പാവം അല്ലെ? അതൊക്കെ ഒന്ന് ആലോചിച്ച് എങ്ങനെ അതിനൊക്കെ പറഞ്ഞു. നമ്മൾ ഇതിനെ നൈറ്റ് തൊഴിലാളികൾ എന്ന് ഇവന്മാരെ വിളിക്കാൻ കാരണം ഇവന്മാരുടെ ഈ മ്ലേച്ഛതയും ശൂന്യതയും മറയ്ക്കുവാനുള്ള വെറും ആവരണം മാത്രമാണ് ഈ അയഞ്ഞ ഈ കുപ്പായം. അതിനപ്പുറത്ത് ശൂന്യതയല്ലാതെ ഒന്നുമില്ല, ആ മ്ലേച്ഛതകൾ മറയ്ക്കുവാനുള്ള ഒരു ആവരണം. അന്നേരം അതുകൊണ്ട് ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഈ പ്രസ്ഥാനങ്ങളെല്ലാം തകരണം. നിങ്ങളെ ശക്തമായിട്ട് നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട് ഉണ്ട് കേട്ടോ അതിനകത്ത്. നിങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയും ഈ മുഖംമൂടികളെല്ലാം വലിച്ചു കീറി ദൂരെ കളയുകയും ചെയ്യണം. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ സത്യസന്ധമാണെന്ന് പിന്നെ നിങ്ങൾക്ക് ബോധ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഈ അപമാനിക്കപ്പെട്ട അനുഭവം പറഞ്ഞത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നേരെയാണ്. കാരണം ഇവർക്ക് ഞാൻ പറഞ്ഞ ഒരു സാധാരണക്കാരെ പോലും ഇവർ മൈൻഡ് ചെയ്യുന്നില്ല. അതിന്റെ വിരോധാഭാസം അതല്ലേ ഈ എളിമയുടെ സുവിശേഷം അറിയിക്കാൻ വേണ്ടി ഇവര് വരുന്നത് എങ്ങനെ? ആഡംബര വാഹനങ്ങളില്. അതുപോലെ ആലപ്പുഴയിൽ വേറൊരു വലിയ തട്ടിപ്പ് കേന്ദ്രമുണ്ട്, കൃപാസനം. അത് ഈ ചാത്തൻ സേവ പോലത്തെ വേറൊരു സംഭവമാണ്. അത് അവന്റെ തൊഴിലുറപ്പ്, മീൻ പിടിക്കാൻ ഇയാൾക്ക് പോകാൻ ബുദ്ധിമുട്ടായിക്കൊണ്ട് ഇയാൾക്ക് വേർപ്പിന്റെ അസുഖമുള്ള ഒരു മനുഷ്യൻ. അന്നേരം ഇയാളെ ഒരു പണിക്കും കൊള്ളത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ഈ പരിപാടിയിലേക്ക് വന്ന് അവസാനം ഇയാള് കണ്ടുപിടിച്ച ഇയാളും വിജയകുമാർ എന്ന് പറഞ്ഞൊരു അണ്ണാച്ചി ഉണ്ട് നമ്മുടെ കോയമ്പത്തൂരിലെ. യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അന്നേരം അവൻ അവിടെ ഈ തമിഴ്നാട്ടില് ഇത് വിജയിച്ച ആ ഫോർമുല ഇവനും പറഞ്ഞു കൊടുത്ത്. അയാള് മലയാളി അല്ല? അത് മലയാളിയാണ്, പക്ഷെ തമിഴ്നാട്ടിലാണ് അയാള് ഈ താവളം തേടി ഈ കച്ചവടം ക്ലിക്കാക്കിയത്. ആ സാധനത്തിന്റെ ഫ്രാഞ്ചൈസി ഇവിടെ കൊണ്ടുവന്നു, ഇപ്പൊ പങ്കുകച്ചവടമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒന്നോർത്ത് നോക്കിയേ, ദൈവമാതാവാണ് അവിടെ എന്ന് പറഞ്ഞാണ് നടക്കുന്നത്. ദൈവമാതാവ് ഇവന്റെ ഈ പൈശാചിക കേന്ദ്രത്തിൽ, ഈ വൃത്തികെട്ടവന്റെ പൈശാചിക കേന്ദ്രത്തിൽ വന്ന ദൈവമാതാവ് ഇരിക്കുന്ന അവസ്ഥ. ഇതിന്റെ എന്റെ ഒരു കോൺട്രറി ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഈ മാതാവിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ലെന്നും യേശുക്രിസ്തു ആണ് ഏക രക്ഷകനെന്നും അടുത്തിടെയാണല്ലോ മാർപ്പാപ്പ പറഞ്ഞത്. എന്നിട്ട് അവസാനം അവന്മാർ തന്നെ തിരുത്തി കണ്ടോ? കച്ചവടം കേരളത്തിലെ പൂട്ടെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പിന്നെ അതിന് ന്യായീകരണമായിട്ട് വന്നത് കണ്ടോ? ഇവർക്ക് തന്നെ സത്യത്തിൽ ഇത് എന്താന്ന് അറിയില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഇവര് പറയുന്ന കാര്യങ്ങളെ പറ്റി ഇവർക്ക് തന്നെ ധാരണയില്ല.
ഈ ചാക്രിക ലേഖനം എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ പറയുന്നത് ഈ ഇവന്റെയൊക്കെ ഈ പേരുകള് പൊന്തിഫിക്കൽ കൗൺസിൽ, ഈ മറ്റേ ഈ ഓരോ നിങ്ങൾക്ക് പേരുകളും ഇതിനൊക്കെയുള്ളൊരു കേട്ട് ധൈര്യം കിട്ടിയത് എങ്ങനെയാ? ഈ സത്യം പറയാ നമ്മൾ ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിയുമ്പോ ഒരു 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 അമർഷവും വെറുപ്പും ഉണ്ടല്ലോ ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്ന. ഈ 21-ാം നൂറ്റാണ്ടിലും ഈ കാലഘട്ടത്തിലും ഈ മനുഷ്യന്മാരെ വെറും ഊളകളാക്കുന്ന ഇതുപോലെ ഊളകളുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം പറ്റിയ തല, അതായത് ഇതിനകത്ത് അപകടം എന്ന് പറയുന്നത് ഒരു മദ്യപിക്കുന്ന ഒരുത്തനെ സംബന്ധിച്ചുള്ള ആ മദ്യപിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. ഇവന്റെ ജീവിതകാലം മുഴുവൻ ഇവനെ പാപബോധത്തിനകത്ത് ഇവനെ തളച്ചിട്ട് ഇവനെ വെറും മുണ്ണ കുഞ്ഞാടുകളാക്കി ഇവനെ ഊറ്റി ഇവൻ ചത്താ പോലും ഇവനെ വെറുതെ വിടാത്ത തലമുറകളായിട്ട് ഇവന്മാർ ഇങ്ങനെ അടിമകളാക്കി കൊണ്ടുപോവുക, വെറും മുണ്ണകളാക്കി. ഞാൻ അതുപോലെ ഈ ശാലോം എന്ന് പറഞ്ഞ നമ്മുടെ ബെന്നി പുന്നത്ര ഇല്ലേ, അയാളുടെ ഇതിനകത്താണ് ഞാൻ പണ്ട് ഒരു 2002 മുതൽ 2010 വരെ ഞാൻ ഈ ആത്മീയ പ്രസിദ്ധീകരണ ലേഖനങ്ങളൊക്കെ എഴുതുമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഇതിനോടൊരു അറ്റാച്ച്മെന്റ്, ഇതിനകത്തെ പല ആൾക്കാരെയും ഞാൻ അറിയാനിടയായത്. അല്ലെങ്കിൽ ഒരു ഹിന്ദു ആയിട്ടുള്ള എനിക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ലല്ലോ. പക്ഷെ എന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ വളരെ സിൻസിയർ ആയിട്ട് ചെയ്യും. അപ്പൊ ഞാൻ ഈ പഴയ നിയമം ഒക്കെ വായിച്ചിട്ടുണ്ട്, പല ആവർത്തി വായിച്ചിട്ടുണ്ട്, പുതിയ നിയമം വായിച്ചിട്ടുണ്ട്. അതിനകത്തെ പല ഭാഗങ്ങളും ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. ഇത് സത്യമാണെന്നുള്ള നമ്മൾ വിശ്വസിക്കുന്നത്. ജീസസ് ക്രൈസ്റ്റ് സത്യമാണ് കേട്ടോ. അതായത് ദൈവത്തിനൊരു മനുഷ്യരൂപം ഉണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിലാണ്, അത് സത്യം. പക്ഷെ ഇവര് നടത്തുന്നത് കച്ചവടം. അതായത് ഇപ്പം CPM-കാര് രക്തസാക്ഷികളെ ആഗ്രഹിക്കുന്ന എന്തിനാ? അവർക്ക് ബിസിനസ് ചെയ്യാനായിട്ട്. അല്ല, ഞാൻ പറയില്ല, ഇത് വിശുദ്ധ വേദപുസ്തകത്തെ ഡൈല്യൂട്ട് ചെയ്ത് ഇവൻ അതിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഇവന്റെ കൂതാശകളും താരിപ്പുകളും ക്രമങ്ങളും ഇവനുണ്ടാക്കി. ഇതും ക്രിസ്തുവായിട്ട് എന്താ ബന്ധം? ഇവന്റെ ഒന്നും ഈ ചവിട്ടുനാടകവും ഈ യാഗവും ഒക്കെ കാലഘട്ടം കഴിഞ്ഞു പോയി എന്ന് കാര്യം മറന്നില്ലേ? ഇവ കർത്താവ് പറഞ്ഞ, അതായത് ആ ക്രിസ്തുവിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ, ആ പരിശുദ്ധാത്മാ ഗുണങ്ങൾ എന്ന് പറയുന്നത് സ്നേഹ, കരുണ, ദയ, ക്ഷമ, പരോപകാരം, ഇന്ദ്രജയം, ഇതൊക്കെ മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിലേക്ക് മാറുമ്പോഴാണ് അവനിൽ ഒരു ക്രിസ്തുവിനെ ദർശിക്കാൻ സാധിക്കുന്നത്. ഈ അളിഞ്ഞ കുപ്പായം ഇട്ടുകൊണ്ട് പോകുന്നതുകൊണ്ടോ ഇവൻ കഴുത്തെ കുരിശു തൂക്കിയിട്ടുണ്ടോ ഇത് കൊണ്ടൊന്നും. എന്നിട്ട് ഇവൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയി കിഴക്കോട്ട് തിരിഞ്ഞുകൊണ്ടോ ഇവൻ ഓർക്കുന്നതെല്ലാം. ഞാൻ അതിനകത്ത് സുള്ളിയേട്ടനോട് വേറൊരു കാര്യം പറയാം. അതിനകത്ത് ബൈബിളിലെ തന്നെ ഒരു വചനം എന്താണെന്നറിയോ? മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. വളരെ അർത്ഥവത്തായ വാക്കുകളാണത്. എനിക്ക് അതുപോലെ നിങ്ങളുടെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ തിരുവനന്തപുരത്തെ ക്ലീമീസ് മെത്രാനെ പറ്റിയിട്ട് ഒരു ഇത് പറഞ്ഞായിരുന്നല്ലോ. അതായത് ആശകളാണ് എല്ലാത്തിനും കാരണം. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളി കയറുന്നത് മനസ്സിലോട്ടാ. ഇമാതിരി ടീംസ് ആണ്. അതുപോലെ പിണറായി വിജയനെ കെട്ടിപ്പിടിക്കാൻ എപ്പോഴും പുള്ളി മുന്നിലുണ്ടാവും. മുഹമ്മദ് റിയാസിനെയും കെട്ടിപ്പിടിക്കാൻ. അത് ഇടതുപക്ഷമാകുമ്പം ഇയാളെ കെട്ടിപ്പിടിക്കാൻ, വലതുപക്ഷമാകുമ്പം ഉമ്മൻചാണ്ടിയെയോ അല്ലെ അതുപോലുള്ള പോവും. BJP-യിലേക്ക് ട്രെൻഡ് കണ്ടപ്പോ നേരെ ഡൽഹിക്ക് വണ്ടി പിടിച്ചു, കേക്കും തിരിവായിട്ട്. അല്ല, ഇവര് ഇവിടെ വന്നിട്ട് ഓരോന്ന് പറയുകയും ചെയ്യും. പ്രധാനമന്ത്രി വിളിക്കുമ്പോൾ മുന്നിൽ പോയിട്ട് ഒബീഡിയന്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അവിടെ ചെല്ലുമ്പോൾ മണിപ്പൂരിനെ കുറിച്ചില്ല, നോർത്ത് ഇന്ത്യയിലെ ഒന്നും ഒരു പ്രശ്നവും ഇല്ല. ഇവിടെ വന്നിട്ട് പ്രധാനമന്ത്രി മൗനം വെടിയണം. അത് കാരണം അവര് കേൾക്കുന്നു, അവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഇങ്ങനെ ഞാൻ ചോദിക്കുന്നത് ഞാൻ പറയല്ലേ, ഈ നിലപാടില്ലാത്തൊരു സമൂഹം എന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവന്മാരാണ്. ഈ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അപ്പ കാണുന്നവനെ വിളിക്കുന്ന ആ പരിപാടി. അത് പറഞ്ഞാൽ അത് സ്വാതന്ത്ര്യ ആ കാലഘട്ടത്തിൽ ഗാന്ധിജിക്കെതിരെ ഇവന്മാർ ബ്രഹ്മവെക്കാൻ നടന്നു. സ്വാതന്ത്ര്യ സമയത്ത് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവന്മാർ ഇതിന്റെ കൂടെ കൂടി. പിന്നീട് ഈ ഇടതുപക്ഷത്തിനെതിരെ ഈ വിമോചന സമര കാലത്തിൽ ഇവന്മാർക്ക് എതിരായിട്ട് നിന്നു. പിന്നെ ഭരണം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നു. പള്ളികളിൽ ഈ സംഘപരിവാറുകൾക്കെതിരെ നമ്മൾ ഏറ്റവും ജാഗരൂകരായിരിക്കണം എന്ന് പറഞ്ഞവന്മാർ ഇന്ന് അവരുടെ കൂടെ അവന്മാരുടെ കൂടെ കൂടി അവർക്ക് വോട്ട് പിടിക്കാനായിട്ട് പോകും. അല്ല, ഇന്നാള് മറ്റേ നമ്മുടെ പാമ്പ്ലാനി ഒരുക്കെ പറഞ്ഞായിരുന്നല്ലോ. അതായത് 350 രൂപ റബ്ബറിന് നിന്നാല് മലയോര മേഖലയിലെ MP ഇല്ലാത്ത ദുഃഖം ഞങ്ങൾ പരിഹരിക്കാന്ന് അയാളെ പറ്റിയിട്ടൊക്കെ അത്യാവശ്യമുള്ളൂ. 350 രൂപ റബ്ബറിന് ഉണ്ടായി കൊടുത്താൽ അതാണ് പറഞ്ഞ ഈ കൂതാശ തൊഴിലാളിയുടെ ഈ രാഷ്ട്രീയത്തിൽ എന്ത് കാര്യം? എനിക്ക് പരിചയമുള്ള ഒരാളോട് നേരിട്ട് ചോദിച്ചു. അതിനുശേഷം പുള്ളി എന്നോട് മിണ്ടത്തില്ല. ഞാൻ പുള്ളിയോട് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനും നിങ്ങളെ പറഞ്ഞ മാതിരി ഞാൻ പിന്നെ പേഴ്സണലായിട്ട് അവരോട് മുഖത്ത് നോക്കി ചോദിക്കും കേട്ടോ. നമ്മള് ഇത് മാധ്യമ പ്രവർത്തനം അല്ലല്ലോ. ഞാൻ പുള്ളിയോട് ചോദിച്ചു, അല്ല നിങ്ങൾ ഈ സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടി അഭിപ്രായം പറയുകയും ആൾക്കൂട്ടങ്ങൾ സംഘടിപ്പിക്കുകയും പിന്നെ അവർക്ക് പിൻപറ്റുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. യേശു ക്രിസ്തു എന്ത് രാഷ്ട്രീയമാണ് പറഞ്ഞത്? യേശു ക്രിസ്തു സജീവ രാഷ്ട്രീയത്തിൽ ഇടപെട്ടിരുന്നു അക്കാലഘട്ടത്തിൽ എന്ന് ചോദിച്ചു. അപ്പൊ അവർക്ക് ദേഷ്യം എന്നോട്, പിന്നെ മിണ്ടത്തില്ല.
പിന്നെ നമ്മളെ അവോയ്ഡ് ചെയ്തു, പിന്നെ നമ്മുടെ കോളൊക്കെ അവർ ഫോർവേഡ് ചെയ്യാണ്. അല്ല, ഇവന്മാരെ സംബന്ധിച്ച് ഇന്ന് കണ്ട് ഇവന്മാരൊരു സമാന്തര സംവിധാനങ്ങൾ ഇവന്മാർ ഉണ്ടാക്കുന്നത്. ഈ ഒരു രാജ്യത്തില് ഇവന്മാർ എന്താ പറയുക, കിങ്ഡം വിൻ ദ കിങ്ഡം എന്ന് പറഞ്ഞ പോലെ ഇവന്മാരൊരു പാരലൽ എക്കോണമി, ഒരു പാരലൽ ഒരു 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 സർക്കാർ ഒക്കെയാണ് ഇവന്മാര്. ഇനി വേറൊരു രസം ഞാൻ പറയാവേ, ഈ മറ്റേ ക്ലീമീസ് പിതാവിന്റെ അവിടെ ഒരു മാർ ഗ്രിഗോറിയോസ് പുരസ്കാരം, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ആ പുരസ്കാരം ശരിക്കും ആ സഭയ്ക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട ആളുകൾക്കാണ് ശരിക്കും പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഇവരൊരു തവണ കൊടുത്ത ആർക്കാന്നറിയാം? യൂസഫ് അലിക്ക്. യൂസഫ് അലീനെ വിളിച്ചു പൊക്കിക്കൊണ്ടെന്ന് വലിയ ആഘോഷമായിട്ട് നടത്തിയിട്ട് ഈ പരിപാടി നടത്തിയിട്ട് പുള്ളിക്ക് അവാർഡ് കൊടുത്തു. എന്താണെന്നറിയാം കാരണം? അപ്പൊ തന്നെ ആ വേദി വെച്ച് യൂസഫ് അലി ഇവർക്ക് 3 കോടി സമ്മാനിച്ചു. എന്തോ ഒരു കൺസ്ട്രക്ഷൻ നടത്താൻ വേണ്ടിയിട്ടോ, അതായത് ഈ സഭയ്ക്ക് ആ മൊമെന്റ് കൊടുത്തു 3 കോടി. അപ്പൊ അപ്പൊ ഇവര് യൂസഫ് അലീനെ തൊഴുന്നതിന്റെ അർത്ഥം തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം കത്തോലിക്ക സഭയുടെ സ്വത്തെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ യൂസഫ് അലിക്കുള്ളതിന്റെ 10 ഇരട്ടിയുണ്ട്. അതായത് ദീപസ്തംഭം മഹാശരീരം നമുക്കും കിട്ടണം, പണം, അത് അതാ പറഞ്ഞേ. ഇവന്മാരുടെ ഈ നിങ്ങളെ പറഞ്ഞ പോലെ അത് എല്ലാ തരത്തിലും ഏറ്റവും മുകളിലുള്ള ബിഷപ്പ് തൊട്ട് താഴെ തട്ടുള്ള പാതിരികൾ വരെ നോക്കി കഴിഞ്ഞാലും എല്ലാം പണമുള്ളവനുമായിട്ട് ചുറ്റിപ്പറ്റി അവരുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലാണ് എല്ലാ കാര്യങ്ങളും. മാത്രമല്ല ഞാൻ പറയുന്നത്, ഈ മുസ്ലിം സമുദായത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സമുദായത്തിൽ പെടുന്നവരെ സഹായിക്കെങ്കിലും ചെയ്യും, ഇവർ അതും ചെയ്യില്ലെന്നേ. ഇവന്മാര് ഈ സ്വന്തം, അതായത് ഈ മിത്തൽക്കണ്ണി ഉണ്ടല്ലോ, അത് കിടക്കുന്ന ആ വൃക്ഷത്തെ നശിപ്പിക്കുന്നു പറഞ്ഞ പോലെ ഇവന്മാര് ഈ അവന്റെ സ്വന്തം സമുദായത്തെ പിഴിഞ്ഞ് നശിപ്പിച്ച് അവനെ ഒന്നുമല്ലാതാക്കി. അവന്റെ ഗതികേടിന്റെ ഏറ്റവും വലിയ കാരണം ഇവന്മാരാ. ഇവനെ പിഴിഞ്ഞ് ഇവന്മാര് പള്ളികൾ ഉണ്ടാക്കും, ഇവന്മാരെ പിഴിഞ്ഞ് ഇവന്മാര് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കും, ആതുരാലയങ്ങൾ ഉണ്ടാക്കും. ഇതെല്ലാം കച്ചവടം ഒഴിക്കും. ഇവിടെ ഒരു അഡ്മിഷനോ ഇവിടെ ഒരു ജോലിയോ ഒരു പ്യൂണ് പോലും ഇവന്മാർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 10-75 ലക്ഷം 1 കോടിയും ക്യാപിറ്റേഷൻ കൊടുത്താൽ കൊടുക്കും. എന്നിട്ട് പറയും ഇത് നമ്മുടെ സ്ഥാപനം എന്ന് പറയും. ഇത് ഫിലിമിന് വരുമ്പം നമ്മളൊരു അഡ്മിഷനോ ഒരു ജോലിക്കോ ചെല്ലുമ്പം അത് ഞങ്ങളുടെയാ. സഭയ്ക്ക് ഭയങ്കര ബാധ്യതയാണ്. ഇതൊക്കെ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ വേണം. ഈ കോഴിക്കോട് ദേവഗിരി എന്ന് പറഞ്ഞ CMI പബ്ലിക് സ്കൂളില്ലേ, CMI അച്ഛന്മാരുടെ നമ്മുടെ ദേവഗിരി കോളേജ്, അവരുടെ അവിടെ ഡൊണേഷൻ 5 ലക്ഷം രൂപയാണ് ഒരു കുട്ടിയോട് LKG ചേരുമ്പോ മേടിക്കുന്നത്. എനിക്ക് പരിചയമുള്ള ഒരു സാറിന്റെ മകനെ അവിടെ 3-4 വർഷം മുമ്പ് ചേർത്തപ്പോ അന്ന് 4.5 ലക്ഷം രൂപയായിരുന്നു ഡൊണേഷൻ. അന്നേരം ഈ പൈസ എല്ലാം ഉണ്ടല്ലോ, ഇത് സത്യം പറഞ്ഞാൽ രാജ്യവിരുദ്ധ ശക്തികൾക്ക്, അതായത് ഈ സമാന്തര സമ്പദ് വ്യവസ്ഥയ്ക്ക് വേണ്ടി ഇവരില് ഇതുപോലെ ആയിരക്കണക്കിന് അധ്യാപക നിയമങ്ങളിലൂടെ ഈ കോടികൾ, ശതകോടികൾ ഈ വരുന്ന ഈ കള്ളപ്പണം വെച്ചാണ് ഇവന്മാർ ഈ പാരലൽ മാനേജ്മെന്റും ഭരണകൂടത്തെ അട്ടിമറിക്കല് പരിപാടികളെല്ലാം. ഈ പണം ഉണ്ടെന്നുള്ള ധൈര്യമാണ്, അല്ലാതെ ദൈവത്തിൽ ആശ്രയമൊന്നും അല്ല. കീശയിലാണ് ആശ്വാസം എന്ന് പറഞ്ഞ പോലെ. അതെ 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 അതെ. ഞാൻ എന്താണെങ്കിലും നിങ്ങളെ ഞാൻ പറഞ്ഞില്ലേ, ബിഗ് സല്യൂട്ട്. ഇതൊക്കെ സത്യമാണ് കേട്ടോ. ഈ ഞാൻ പറഞ്ഞത്, ഈ ഞാനിങ്ങനെ പറയുന്ന സമയത്ത് ഭാര്യ എന്നോട് ചോദിക്കും ഇതൊക്കെ നേരാണോ? ഞാൻ പറയും കാരണം ഇതൊക്കെ നേരല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇവര് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പോകുന്നില്ല? പക്ഷെ ഇത് പറയണം എന്നുള്ളതല്ല, നിങ്ങളുടെ അവസാന ശ്വാസം വരെ പറയണം. കാരണം 1 ഇഞ്ച് വിട്ടുകൊടുക്കരുത്. ഞാനെന്താ പറയുക, എനിക്കിപ്പോ ഇത് വേണം പറയേണ്ട. ഇപ്പം സുനിലേട്ടനോട് എനിക്കിത് പറയേണ്ട ഒരു കാര്യമില്ല. പക്ഷെ ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുന്ന OV വിജയനാണ്. ദുർബലമായ ശരീരമാണ്, പക്ഷെ ശക്തമായിട്ടുള്ള ആർജവമുള്ള മനസ്സായിരുന്നു. പുള്ളിക്ക് അർഹിക്കുന്ന അംഗീകാരങ്ങളൊന്നും കിട്ടിയില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണകൂടത്തെ നിശിതമായിട്ട് വിമർശിച്ച ആളാണ്. ധർമ്മപുരാണമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇവനൊക്കെ പോയി ചാകൂലേ? അത് ഇന്നും എത്ര കാലഘട്ടം പോയാലും ആ ധർമ്മപുരാണത്തിന്റെ ഒക്കെ റിലവൻസ് അല്ല, അതൊക്കെ അത് എന്ന് എഴുതിയെന്ന് ആലോചിക്കണം. 40 വർഷം കഴിഞ്ഞിട്ടും അത് അതേപോലെ സ്റ്റിൽ ഇറ്റ് റിമൈൻസ്. അതെ അതെ. രാജകീയ ദർബാറിൽ ഇരുന്ന് വിട്ട വളിയുടെയൊക്കെ സ്മെല്ല് ഇപ്പോഴും നമ്മുടെ മൂക്കിലടിക്കും. അതുകൊണ്ടാണ് പുള്ളിക്ക് ജ്ഞാനപീഠം ഒന്നും കൊടുക്കാതിരുന്നത്. ഈ MD വാസുദേവൻ നായർ എന്ന് പറയുമ്പോ ഈ CPM-കാരെ താങ്ങി നിൽക്കുന്നോണ്ടേ അയാൾക്കെല്ലാം കിട്ടും. അയാൾ പിന്നെ ഒരു വൃത്തികേടും പറയില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒത്തിരി സന്തോഷം കേട്ടോ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.